ജനുവരി 4-ന് സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ദിനം ആചരിക്കും. രജിസ്ട്രേഷൻ ദിനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 160 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ളതാണ് രജിസ്ട്രേഷൻ വകുപ്പെന്നും സംസ്ഥാനത്തിന്റെ വരുമാന സ്രോതസ്സുകളിൽ പ്രമുഖ സ്ഥാനമുണ്ടെന്നും 6000 കോടിയോളമാണ് കഴിഞ്ഞ വർഷത്തെ വരുമാനമെന്നും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 4 രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പഴക്കം ചെന്ന പാരമ്പര്യമുള്ളൊരു വകുപ്പാണ് രജിസ്ട്രേഷൻ. 160 വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട്. 1885 ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വന്നത്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. മർഡോക്ക് ബ്രൗൺ എന്ന ബ്രിട്ടീഷ് പ്രഭു അവിടുത്തെ കറുപ്പത്തോട്ടത്തിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ സംവിധാനം ഒരു പുതിയ ഭരണവകുപ്പിന് തുടക്കം കുറിക്കുകയായിരുന്നു. അതിന്ന് രജിസ്ട്രേഷൻ വകുപ്പ് എന്ന നിലക്ക് സുപ്രധാനമായ ഒരു സംവിധാനം. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സിൽ 2 ഘടകങ്ങളുണ്ട്. അതിലൊന്ന് രജിസ്ട്രേഷൻ വകുപ്പാണ്. അത്രയേറെ പ്രാധാന്യം കൈവന്നിരിക്കുന്നു രജിസ്ട്രേഷൻ വകുപ്പിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണ സാമ്പത്തിക സംവിധാനത്തിൽ എന്ന് ഞാൻ ഒറ്റ വാക്കിൽ സൂചിപ്പിക്കാം. ഇന്ന് സംസ്ഥാനത്തിൻ്റെ ഏതാണ്ട് 6000 കോടിയോളം രൂപയാണ് കഴിഞ്ഞ വർഷത്തെ വരുമാനം. ഏറ്റവും പഴക്കമുള്ള വകുപ്പാണെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി രജിസ്ട്രേഷൻ വകുപ്പും കാലത്തിനൊപ്പം എന്ന മുഖസന്ദേശവുമായി വകുപ്പിനെ ആകെ ആധുനികീകരിച്ച് വരുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സേവന രംഗത്ത് ഒട്ടേറെ പരിഷ്കാരങ്ങൾ ഇതിനകം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഓൺലൈൻ ടോക്കൺ സമ്പ്രദായം, ആധാരപ്പകർപ്പുകളും ബാധ്യതാ സർട്ടിഫിക്കറ്റുകളും ഓൺലൈനായി ലഭ്യമാക്കൽ, ഓൺലൈൻ ഗഹാൻ രജിസ്ട്രേഷൻ, പോക്കുവരവ്, ക്യാഷ് ലെസ് ഓഫീസുകൾ, പഴയ രേഖകളുടെ ഡിജിറ്റൈസേഷൻ, കമ്പ്യൂട്ടർവൽക്കരണം, സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ്, ആധാരം ജില്ലക്കകത്ത് ഏത് രജിസ്റ്റർ ഓഫീസിലും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം എന്നിവ അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ്. അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിലും ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കി എല്ലാ സബ് രജിസ്റ്റർ ഓഫീസും ജനകീയ സമിതികൾ രൂപീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സബ് രജിസ്റ്റർ ഓഫീസുകളെ മാതൃകാ ഓഫീസുകളാക്കി മാറ്റി ISO നിലവാരത്തേക്ക് ഉയർത്താൻ നടപടി സ്വീകരിച്ചു. ഈ ജനകീയ സമിതികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു തന്നെ ഈ രംഗത്ത് ഒരു സത്വരമായ സമൂഹത്തിൻ്റെ ശ്രദ്ധ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് എല്ലാ രംഗത്തും കാണുന്ന പോലെ നമുക്കൊന്നും അസ്വീകാര്യമായ പല സംഭവങ്ങൾ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംവിധാനവും രജിസ്ട്രേഷൻ വകുപ്പും തികച്ചും സുതാര്യമായിരിക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധി പ്രതിബദ്ധതയുടെ പശ്ചാത്തലത്തിലാണ് ഈ സമിതികൾക്കും രൂപം കൊടുത്തത് എന്നത് പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ഇങ്ങനെയുണ്ട്. പൗരസമിതി വിലയിരുത്തുന്നു എന്ന കാര്യം കൂടി വെളിപ്പെടുത്താനാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട സബ് രജിസ്റ്റർ ഓഫീസിലെ മാതൃകാ ഓഫീസുകളാക്കി മാറ്റാനുള്ള പ്രശ്നമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, രാജേഷ് ഗോപാൽ, AB സത്യൻ, ചന്ദ്രൻ കല്ലാട്ട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.